ഹലോ എന്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്, നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള നമ്മളിൽ ഏറ്റവും അധികം ആൾക്കാർ വിശ്വാസപൂർവ്വം ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്ന SBIക്ക് നിലവിൽ 2 ആപ്ലിക്കേഷൻസ് ഉള്ളത്. ഒന്ന് SBI എനിവർ, പിന്നൊന്ന് SBI യോനോ. ഈ അടുത്ത കാലത്ത് മെസ്സേജ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചു കാണും, അതിൽ SBI യോനോയുടെ ലിങ്ക് കൂടെ വെച്ചിട്ടുണ്ടാവും. യോനോയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. ബാങ്കും ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത് യോനോ ആപ്ലിക്കേഷനാണ്. യോനോ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: ഒന്ന്, നമുക്ക് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിന്റെ ബാലൻസ് അറിയാം. 2, നമുക്ക് ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം. 3, നമ്മുടെ ATM കാർഡ് മിസ്യൂസിങ്ങോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും. മറ്റുള്ള ആളുകൾക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം പുറമെ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുക്കും മേലെ എല്ലാവിധ ലോൺസും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ തുടങ്ങി ഏത് ലോണും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുക്കും മേലെ ഷോപ്പിങ്ങിനുള്ള അവസരം കൂടെ SBI നമുക്ക് തരുന്നുണ്ട്. ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഈ ആപ്പിലൂടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിവാർഡ്സ്, ക്യാഷ് ബാക്ക് എല്ലാം SBI നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. കുറച്ച് സങ്കീർണമാണ് എന്ന് തോന്നുമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് യോനോ. അപ്പോ നിങ്ങളുടെ ATM കാർഡ് എടുത്തോളൂ. എടുത്തില്ലേ? പിൻ നമ്പർ അറിയില്ലേ? ഇനി നിങ്ങളുടെ ഫോണില് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തുള്ള മൊബൈൽ നമ്പർ കയ്യിലില്ലേ? മതി, ഇത്രേ വേണ്ടൂ. എന്റെ പേര് സുരേഷ് ബാബു. വെൽക്കം ടു മൈ ചാനൽ സുരേഷ്. ആപ്ലിക്കേഷന്റെ പേര് യോനോ എന്നാണ്. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. യു ഓൺലി നീഡ് 1. അപ്പോൾ വരുന്നതെല്ലാം വായിച്ചു നോക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് ഒരു അക്കൗണ്ട് ഇതിലൂടെ തുടങ്ങാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളല്ലേ, അതുകൊണ്ട് താഴത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ നമ്മളുടെ അടുത്ത് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നോ എന്ന് കൊടുക്കാം. അപ്പോൾ വരുന്നതിൽ രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ ATM കാർഡ്. ATM കാർഡ് എന്തായാലും കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് അതിൽ ഓക്കെ കൊടുക്കാം. എന്നിട്ട് വരുന്നതിൽ ATM കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴത്ത് ATMന്റെ പിൻ നമ്പറും കൊടുക്കാം. ധൈര്യമായിട്ട് ചെയ്യാം. യോനോ SBIയുടെ തന്നെ സ്വന്തം ആപ്ലിക്കേഷനാണ്. ഒരു പേടിയും വേണ്ട, അത്രയും സുരക്ഷിതത്വമുണ്ട്. അതിനുശേഷം ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മളുടെ അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പർ, അതിൻ്റെ അവസാനത്തെ അക്ഷരങ്ങളുണ്ടാവും. ശ്രദ്ധിച്ച് അത് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് 1 ടൈം പാസ്വേഡ് വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴത്ത് കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് അല്ല, നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു ടെമ്പററി പാസ്വേഡ് ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് വലിയ അക്ഷരം വേണം, ചെറിയ അക്ഷരം വേണം, ഒരക്കം 1 മുതൽ 9 വരെയുള്ള ഒരു അക്കം വേണം, എന്തെങ്കിലും ഒരു സിമ്പൽ വേണം, @ സ്റ്റാർ അങ്ങനെ എന്തെങ്കിലും സിമ്പൽ വേണം. ഇത് 2 തവണ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഓക്കെ എന്ന് കൊടുക്കാം. അതായത് നമ്മളുടെ ഫോണിലേക്ക് ടെമ്പററി യൂസർ നെയിം വരും എന്നുള്ളതാണ്. ഒരു അക്കങ്ങളായിരിക്കും അത് ആ യൂസർ നെയിം എന്നുള്ളവിടെ കൊടുക്കാം. നമ്മളുടെ ഫോണിലേക്ക് വന്നുള്ള SMS അതുണ്ടാവും. അതിനുശേഷം നമ്മളിപ്പോൾ കൊടുത്തുള്ള പാസ്വേഡ് കൊടുക്കാം. അത്രയും ചെയ്യേണ്ടൂ. താഴത്തുള്ള റെഫറൽ കോഡ് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് താഴത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്നതിൽ സെറ്റ് യുവർ ന്യൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഒരു യൂസർ നെയിം കൊടുക്കാം. ഇപ്പോൾ സുരേഷ് ബാബു, അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലം, വീട്, പേര് എല്ലാം ചേർത്തിട്ടുള്ള ഒരു യൂസർ നെയിം കൊടുക്കാം. എന്നിട്ട് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പഴയ പാസ്വേഡ് ടെമ്പററി ആണെങ്കിൽ അത് വിട്ടേക്കുക. പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ മെസ്സേജ് വരും. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ID ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ പുറത്തേക്ക് പോകും. അതായത് നമ്മൾ ആദ്യമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ID ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഇപ്പോൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ യെസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ നെയിമും നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും കൊടുക്കാം. റെഫറൽ കോഡ് ഒന്നും ചെയ്യേണ്ട. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ നമുക്കിനി ഒരു MPIN എന്നുള്ള ഇതുണ്ടാക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈലിന് അതിൽ നമുക്ക് ഉപയോഗിക്കാൻ അതിന് സ്പെഷ്യലായിട്ടൊരു പാസ്വേഡ് വേണം. അപ്പോൾ ഇത് താഴത്ത് കാണുന്ന കൺസെൻറ്റ് ടു യൂസ് MPIN വായിച്ചു നോക്കാം. എന്നിട്ട് താഴത്ത് ക്ലിക്ക് കണ്ടോ,
ഐ അക്നോളജ് തുടങ്ങുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് അക്കങ്ങളാണ് വേണ്ടത്, 6 അക്കങ്ങൾ വേണം. ഒന്നിൽ കൂടുതൽ, അതായത് 1 അല്ലെങ്കിൽ 2 അങ്ങനെ ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ആകാത്ത വിധത്തിൽ ചെയ്യുക. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഒരു റോങ് മെസ്സേജ് വരുന്നുണ്ട്, കണ്ടില്ലേ, എറർ മെസ്സേജ്. അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം താഴത്ത് നെക്സ്റ്റ് കൊടുക്കാം. ഒരുപാട് സുരക്ഷിതത്വങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ്, കുറച്ച് സ്ലോ ആകുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു 1 ടൈം പാസ്വേഡ് വരും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴത്തുള്ള നെക്സ്റ്റ് കൊടുക്കാം. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. കൺഗ്രാജുലേഷൻ എന്ന്, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. ഇനി ഗോ ടു ലോഗിൻ പോവാം. വീണ്ടും ആപ്ലിക്കേഷൻ പുറത്തു പോയിട്ട് ഒന്നുകൂടെ റീ ഓപ്പൺ ആയിട്ട് വരും. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ എം പിന്നാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കിയ എം പിൻ അത് ഓർത്ത് വയ്ക്കുക. അത് ഓരോ തവണയും ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ യൂസർ ഐ ഡി, ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇതിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്, കണ്ടില്ലേ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ, പിന്നെ താഴത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്, കാർഡ്സ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോപ്പ് ആൻഡ് ഓർഡർ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടെന്ന്. നിരവധി ഓഫേഴ്സ് കണ്ടോ, അപ് ടു 50% ഓഫ്, 10% ഓഫ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ യോനോ ആപ്ലിക്കേഷനായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന അക്കൗണ്ട്സിൽ നമ്മൾ പോയി നോക്കുന്നു. അതിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാണാം. താഴത്തുണ്ടല്ലേ ക്വിക്ക് പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാം, മൊബൈൽ റീചാർജ് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം, നിരവധി ഓപ്ഷൻസ്. അതായത് നമ്മൾ ഒരുപക്ഷെ ബാങ്കിൽ പോയാൽ നടക്കാത്ത അത്രയ്ക്കും കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. മൈ റിവാർഡ്സ്, നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ്, നമുക്ക് നിരവധി ട്രാൻസാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓഫേഴ്സ് ഉണ്ടാവും. മൈ ബോറോവിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര കടം, അതായത് ഇപ്പോൾ എന്തെങ്കിലും ലോൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗോൾഡ് ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, സകലമാന കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ പറ്റും. മുകളിൽ കാണുന്ന ഇടതുവശത്ത് കാണുന്ന 3 വര കണ്ടില്ലേ, അതാണ് മെനു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതായത് റെക്കറിങ് ഡെപ്പോസിറ്റ് പോലെ RD അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നിരവധി പേര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുണ്ടാവും SBIയിൽ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ലോൺസ് ഉണ്ടെങ്കിൽ ലോൺസിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത്രയും സൗകര്യങ്ങളൊന്നും വേറെ ഏത് ബാങ്കിൻ്റെ ആപ്പിലും ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം സൗകര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ യോനോയിലൂടെ SBI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സകലമാന ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ അറിയാൻ പറ്റും. താഴത്ത് കണ്ടില്ലേ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്യാനും ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാനും, പിന്നെ എന്തെങ്കിലും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നീഡ് ഹെൽപ്പ് എന്നുള്ളതിൽ ചെയ്താൽ മതി. പിന്നെ മുകളിൽ കാണുന്ന 3 വരയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ആൻഡ് ഓർഡർ എന്നുള്ള ഓപ്ഷനിലെത്തും. നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കൊമേഴ്സ് കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഒരുപാട്. ട്രെയിൻ ടിക്കറ്റ് എടുക്കാനാണ് ഈ IRCTC, സ്വിഗ്ഗി എന്നുള്ളത് നമുക്ക് ഫുഡെല്ലാം ഓർഡർ ചെയ്താൽ കിട്ടുന്ന സംഭവങ്ങളാണ്. ഇതിനെപ്പറ്റി അറിയുമായിരിക്കും എല്ലാവർക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്ന് മൊബൈലിലൂടെ.
ഞാനിതാ ഷോപ്പ് ആൻഡ് ഓർഡറിൽ പോവുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നിരവധി പേര് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. നിരവധി ഓഫറുകൾ, മിനിമം 10% ഓഫർ എല്ലാത്തിലും നമുക്ക് കിട്ടാൻ ഈ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ആമസോൺ, ടാറ്റ ക്ലിക്ക്, മിന്ത്ര, നിരവധി നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അറിയാത്ത അത്രയും കമ്പനികളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മിന്ത്രയിലൊന്ന് കയറി നോക്കാം എന്താണ് അതിൽ കാണുന്നതെന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഇ കൊമേഴ്സ് സൈറ്റ് കയറുമ്പോൾ ഇങ്ങനെയൊന്ന് കാണും. ഐ അഗ്രി എന്ന് മാത്രം കൊടുത്താൽ മതി അതിൽ. അപ്പോൾ അതിൽ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം വരും. കണ്ടില്ലേ, മുകളിലൊരു ടൈമിംഗ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫർ കിട്ടും. അങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വാൻ ഹ്യൂസൻ മിനിമം 10% കണ്ടില്ലേ, ലൂയിസ് ഫിലിപ്പ്, സാൻഡ്രോ, ഫോർഡ്, അങ്ങനെ വാഹനമായിക്കോട്ടെ, നമുക്ക് വേറെ എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ടൈപ്പ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്, SBIയുടെ തന്നെ സ്വന്തമാണ്. അത്രയും വിശ്വാസമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബാങ്കിങ് ആൻഡ് ഹാപ്പി ഓൺലൈൻ പർച്ചേസിങ്. ഓക്കെ, മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പുറത്ത് വരാം. വീണ്ടും ചെയ്യണമെങ്കിൽ നമ്മൾ ആ MPIN അടിച്ചു കൊടുക്കണം. പാസ്വേഡ് മറക്കാതിരിക്കുക. ബാങ്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാസ്വേഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പ്രയോജനപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴത്ത് കാണുന്ന ചുവന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ഒന്നമർത്തി അതിൻ്റെ കൂടെ വരുന്ന ഒരു ബെൽ ഐക്കൺ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.